കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിന്റെ ജീവനുള്ള പ്രതീകം. തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച വിപ്ലവകാരി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം VS കുറിച്ചാണ്. 1946 പുന്നപ്ര വയലാർ സമരം അച്യുതാനന്ദന്റെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. VS ഈ സമരത്തിന്റെ മുൻനിരയിൽ നിന്നും അദ്ദേഹം തൊഴിലാളികൾ സംഘടിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുകയും ചെയ്തു. 2006 83 വയസ്സിൽ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന്റെ ഭരണകാലം ജനകീയ നയങ്ങളുടെയും കർശനമായ ഭരണനിർവഹണത്തിന്റെയും കാലമായിരുന്നു. VS അച്യുതാനന്ദന്റെ ജീവിതം ഒരു സാധാരണ തൊഴിലാളിയിൽ നിന്ന് കേരളത്തിന്റെ ജനകീയ നേതാവായി മാറിയ ഒരു വിപ്ലവകാരിയുടെ കഥയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ജനനം. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിന്റെ ജീവനുള്ള പ്രതീകം. ജാതി, വർഗ, അടിച്ചമർത്തൽ, ചൂഷണം എന്നിവയുടെ തീവ്രമായ തീയിൽ നിന്നും ഉയർന്നു വന്ന വിപ്ലവ നക്ഷത്രം. തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച വിപ്ലവകാരി. പറഞ്ഞു തുടങ്ങിയാൽ വിശേഷങ്ങളുടെ പട്ടിക അവസാനമില്ലാതെ ഇങ്ങനെ നീണ്ടുപോകും. ഒരുപക്ഷെ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം VS കുറിച്ചാണ്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതൻ അഥവാ VS. ആ രണ്ടക്ഷരം മതി മലയാളിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ. 1923 ആലപ്പുഴ ജില്ലയിൽ പുന്നപ്രയിൽ വെന്തലന്തറ അയ്യൻ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനനം. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നിഴലിൽ കഴിഞ്ഞ ബാല്യകാലം. 4 മക്കളുള്ള കുടുംബത്തിൽ മൂന്നാമനായിരുന്നു അച്യുതാനന്ദൻ. 4-ാം വയസ്സിൽ അമ്മയുടെ മരണവും 11-ാം വയസ്സിൽ അച്ഛന്റെ മരണവും അവന്റെ ജീവിതത്തെ അഗാധമായി സ്വാധീനിച്ചു. ഈ ദുരന്തങ്ങൾ അവനെ ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു. പുന്നപ്ര അന്ന് കയർ നിർമ്മാണത്തിന്റെ കേന്ദ്രമായിരുന്നു. ഈ ഗ്രാമത്തിന്റെ തൊഴിൽ സംസ്കാരവും സാമൂഹിക ഘടനയും അച്യുതാനന്ദന്റെ ചിന്തകളെ രൂപപ്പെടുത്തി. വിദ്യാഭ്യാസം 7-ാം ക്ലാസ്സോടെ നിർത്തേണ്ടി വന്നെങ്കിലും അവന്റെ അറിവിന്റെ ദാഹം ഒരിക്കലും കെട്ടടങ്ങിയില്ല. 14-ാം വയസ്സിൽ അവൻ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി തുടങ്ങി. അവിടെ തൊഴിലാളികളുടെ ദുരിതവും ചൂഷണവും നേരിട്ട് കണ്ടു. കയർ തൊഴിലാളികൾ നേരിട്ടിരുന്ന അനീതികൾ, കുറഞ്ഞ വേതനം, മോശം തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ജന്മികുടിയാൻ ബന്ധങ്ങളും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണവും തൊഴിലാളി കർഷക വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നുണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ ഗ്രാമത്തിൽ ജാതി വ്യവസ്ഥയുടെ കെടുതികളും ഉച്ചസ്ഥായിലായിരുന്നു. ഈ സാമൂഹിക വ്യവസ്ഥ അവന്റെ ഉള്ളിൽ ഒരു തീപ്പൊരി ജനിപ്പിച്ചു. തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവൻ തന്റെ ജീവിതം സാമൂഹ്യ നീതിക്കായുള്ള പോരാട്ടത്തിനായി സമർപ്പിക്കാൻ തീരുമാനിച്ചു. 1940 തുടക്കത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരായ സ്വാതന്ത്ര്യ സമരവും ജന്മിമാർക്കും ഫാക്ടറി ഉടമകൾക്കുമെതിരായ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായുള്ള സമരവും ഒരുപോലെ നടന്നു. 1940 VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. അവന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും പുന്നപ്രയിലും സമീപ പ്രദേശങ്ങളിലുമായിരുന്നു. 1946 പുന്നപ്ര വയലാർ സമരം അച്യുതാനന്ദന്റെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. ഈ സമരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന സംഭവമാണ്. പുന്നപ്രയിലും വയലാറിലും കയർ തൊഴിലാളികൾ ജന്മിമാർക്കും ബ്രിട്ടീഷ് അനുകൂല ഭരണകൂടത്തിനുമെതിരെ ശക്തമായ സമരം നടത്തി. VS ഈ സമരത്തിന്റെ മുൻനിരയിൽ നിന്നു. അദ്ദേഹം തൊഴിലാളികൾ സംഘടിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുകയും ചെയ്തു. എന്നാൽ ഈ സമരം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. VSനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിൽവാസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുതിയൊരു അനുഭവമായിരുന്നു. പോലീസിന്റെ ക്രൂരമായ മർദ്ദനവും ജയിലിലെ ദുരിതവും അവന്റെ മനോവീര്യത്തെ ഒരിക്കലും തളർത്തിയില്ല. പകരം ഈ അനുഭവങ്ങൾ അവന്റെ വിപ്ലവ മനോഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി തൊഴിലാളി സമരങ്ങളിൽ പങ്കെടുത്തു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും കേരളത്തിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും ജീവിതം മെച്ചപ്പെട്ടില്ല. ജന്മികുടിയാൻ ബന്ധങ്ങളും തൊഴിലാളി ചൂഷണവും തുറന്നുകൊണ്ടിരുന്നു. VS തന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി. 1980കളിൽ അദ്ദേഹം CPIയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ആയി പിളർന്നപ്പോൾ VS CPMന്റെ ഒപ്പം നിന്നു. 32 സ്ഥാപക നേതാക്കളിൽ ഒരാളായി VS. CPIMന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായി അദ്ദേഹം ശ്രദ്ധേയനായി. 1987 CPMന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ VS സജീവ പങ്കുവഹിച്ചു. ഈ കാലഘട്ടത്തിൽ ഭൂപരിഷ്കരണ നിയമവും തൊഴിലാളി അവകാശങ്ങളും സംബന്ധിച്ച നിരവധി നയങ്ങൾ നടപ്പിലാക്കാൻ പാർട്ടി ശ്രമിച്ചു. VSന്റെ സംഘടനാ കഴിവും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും പാർട്ടിയെ കൂടുതൽ ജനകീയമാക്കി. 1975 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ VSന്റെ ജീവിതത്തിൽ മറ്റൊരു വെല്ലുവിളിയായി. ഈ കാലത്ത് ഇദ്ദേഹം ഒളിവിൽ പോയി. രഹസ്യമായി പാർട്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച അദ്ദേഹം ജനാധിപത്യത്തിന്റെ അടിച്ചമർത്തലിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ VS തന്റെ പ്രതിബദ്ധതയും ധൈര്യവും തെളിയിച്ചു. എന്നാൽ പാർട്ടിക്കുള്ളിലെ ചില വർഗീയതകൾ അദ്ദേഹത്തെ പലപ്പോഴായി വെല്ലുവിളിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ 1980കളിൽ അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയായി. പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായ പങ്കുവഹിച്ചു. 1987 മാരാരിക്കുളം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചെങ്കിലും പാർട്ടി അധികാരത്തിലെത്താത്തതിനാൽ മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 92, 96, 2001, 2006, 2011, 2016 കാലഘട്ടങ്ങളിൽ VS കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി. ഈ കാലയളവിൽ അദ്ദേഹം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. വനം കയ്യേറ്റം, മണൽ മാഫിയ, അഴിമതി എന്നിവയ്ക്കെതിരായ അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ഇത് ജനങ്ങളുടെ പ്രശംസ നേടി.
1980കളിലും 90കളിലും VS പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയും വിമർശനങ്ങളും നേരിട്ടു. അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലും ജനകീയ നിലപാടുകളും ചില പാർട്ടി നേതാക്കളെ അസ്വസ്ഥരാക്കി. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അനൌദ്യോഗികമായി പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും മാരാരിക്കുളത്തെ പരാജയം അവസരം നഷ്ടപ്പെടുത്തി. 2006 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ആദ്യം ഒഴിവാക്കപ്പെട്ട VSനെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മത്സരിക്കാൻ പാർട്ടി നിർബന്ധിതമായി. ഈ സംഭവം അദ്ദേഹത്തിന്റെ ജനപിന്തുണയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. VSന്റെ ജനകീയതയ്ക്ക് കാരണമായത് പരിസ്ഥിതി, ലിംഗനീതി, അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച ശക്തമായ നിലപാടുകളാണ്. മതികെട്ടാൻ വിവാദം, പ്ലാച്ചിമട കേസ്, കിളിരൂർ പെൺവാണിഭ കേസ് തുടങ്ങിയവയിൽ അദ്ദേഹം തുറന്ന നിലപാടുകൾ സ്വീകരിച്ചു. ഇത് പൊതുജനങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം പകർന്നു. 2001-2006 പ്രതിപക്ഷ നേതൃത്വ കാലത്ത് AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരുകൾക്കെതിരെ നടന്ന സമരങ്ങൾക്ക് VS നേതൃത്വം നൽകി. ഇത് അദ്ദേഹത്തെ ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തി. 2006 83-ാം വയസ്സിൽ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന്റെ ഭരണകാലം ജനകീയ നയങ്ങളുടെയും കർശനമായ ഭരണനിർവഹണത്തിന്റെയും കാലമായിരുന്നു. മൂന്നാർ ഡിമോളിഷൻ ഡ്രൈവ്, അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടി VSന്റെ ഭരണത്തിന്റെ മുഖമുദ്രയായി. പരിസ്ഥിതി സംരക്ഷണത്തിനും സുതാര്യതയ്ക്കും അദ്ദേഹം ഊന്നൽ നൽകി. VSന്റെ ജീവിതം വിവാദങ്ങളിൽ നിന്നും മുക്തമായിരുന്നില്ല. CPMനുള്ളിൽ അദ്ദേഹം പലപ്പോഴും പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു. 2007 പാർട്ടിയുടെ ഒരു വിഭാഗവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോലും നീക്കം ചെയ്യാനിടയാക്കി. എന്നാൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഒരിക്കലും കുറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വിപ്ലവകാരിയുടെ, തൊഴിലാളി കർഷക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു നേതാവിന്റെ കഥയാണ്. VS അച്യുതാനന്ദന്റെ ജീവിതം ഒരു സാധാരണ തൊഴിലാളിയിൽ നിന്ന് കേരളത്തിന്റെ ജനകീയ നേതാവായി മാറിയ ഒരു വിപ്ലവകാരിയുടെ കഥയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും 2006 മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പുള്ള കാലഘട്ടവും അദ്ദേഹത്തിന്റെ ആശയനിഷ്ഠ, ജനകീയ സമരങ്ങൾ, പാർട്ടിക്കുള്ളിലെ വെല്ലുവിളികൾ എന്നിവ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനിഷേധ്യ ഭാഗമാണ്. ഇന്നും കേരളത്തിന്റെ മനസ്സിൽ VS എന്ന രണ്ടക്ഷരം വിപ്ലവത്തിന്റെ തീജ്വാലയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക.